ബ്ലോക്ക് പഞ്ചായത്തിലും LDFന്റെ മേൽക്കൈ തുടരുകയാണ്. 66-45. ഗ്രാമപഞ്ചായത്തിൽ അതേ നിലനിൽക്കുന്നു. 225, 221, 163. ഒരു ചോദ്യം ഈ മണിക്കൂറിൽ എന്റെ സുഹൃത്ത് അജിത്തിനോട് ചോദിക്കാനുണ്ട്. അജിത്തെ, അതായത് SNDP BJP ഫാക്ടർ LDFന്റെ വോട്ടിലേക്ക് കട്ട് ത്രൂ ചെയ്യുമെന്ന് വിശ്വസിച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടെ കണക്ക് പാളിയോ ഇല്ലയോ? അത്ര പ്രതീക്ഷിച്ചത്ര തരത്തിൽ LDF SNDP BJP ബാന്ധവം ഹാർമോണിയസ് ആയി മാറിയില്ല. അതല്ല അതായത് BJP റിസർജൻ BJP SNDP രസതന്ത്രവും LDFനെ പിടിച്ചു നിർത്തുമെന്നും LDF വോട്ട് ബാങ്ക് ശുഷ്കമാക്കുമെന്നുള്ള ശ്രീ ഉമ്മൻചാണ്ടിയുടെ കണക്കൂട്ടിൽ പിഴച്ചോ ഇല്ലയോ? പത്മജ തുറക്കുവായ അല്ല, കുറച്ച് പറഞ്ഞ മാതിരി പിഴവുകൾ പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതലും ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉമ്മൻചാണ്ടിയുടെ മൗനം ഒരുപക്ഷെ UDFന് വലിയ ചെലവുള്ളതാക്കിയോ? ഞാൻ വേറൊരു ഭാഷ ഇല്ല, ഒരിക്കലും ഇല്ല. ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞു വെച്ചു. അല്ലല്ല, അങ്ങനെയല്ല. ഉമ്മൻചാണ്ടിക്ക് ഒരിക്കലും പിഴവ് സംഭവിച്ചു എന്ന് ഞാൻ പറയില്ല. ഒരിക്കലും പറ്റിയെന്ന് പറയാനും പാടില്ല. ഉമ്മൻചാണ്ടിയുടെ കണക്കുകൾ തെറ്റി, നഷ്ടക്കച്ചവടമായിട്ടുണ്ട്. അദ്ദേഹം വിചാരിച്ചത് ഈ BJP കുറച്ച് കൂടുതൽ വോട്ട് പിടിച്ചാൽ SNDP അവരുടെ ഒപ്പം ഉള്ളത് കൊണ്ട് LDFന്റെ വോട്ടാണ് പോകാന്നുള്ളത്. LDFന് നഷ്ടപ്പെട്ട് കാണും. നേരത്തെ പറഞ്ഞ പോലെ SNDPയുടെ നേതാക്കൾ UDFന്റെ കൂടെയുള്ളവരാണ്. അതൊന്ന് വിചാരിച്ച പോലെ പോയില്ല. അതേസമയം മറ്റു സമുദായങ്ങളിൽ നിന്നും മതന്യൂനപക്ഷങ്ങളിൽ നിന്നും LDFന് വർദ്ധിച്ച തോതിൽ പിന്തുണ കിട്ടിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ അതാ കാണിക്കുന്നു. ഉമ്മൻചാണ്ടിക്ക് ഉത്തരത്തിരിക്കുന്ന എടുക്കാനും പറ്റിയില്ല, കക്ഷത്തിലിരിക്കുന്ന പോവുകയും ചെയ്തു. അല്ല, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ത്രിതല പഞ്ചായത്തിലൊക്കെ സ്ഥാനാർത്ഥികൾ വലിയൊരു പ്രധാന ഘടകമാണ്. സ്ഥാനാർത്ഥികൾ പാർട്ടീനെ കൂടുതൽ സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യുന്നുണ്ട്. സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ UDFന് പിഴവ് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. 5 തലങ്ങളിലും ക്വിക്കായിട്ട് തിരിച്ചു വരാം. 5 തലങ്ങളിലും LDF മുന്നോട്ട് നിൽക്കുന്നു. ഗ്രാമപഞ്ചായത്ത് 234. ആ ലീഡ് വർദ്ധിക്കുകയാണ്. ഒരുപക്ഷെ LDF UDF ആയിട്ടുള്ള അന്തരം വർദ്ധിക്കുകയാണ്. 74 ബ്രിട്ടാസ്. ഡോക്ടർ ഐസക്, ബ്ലോക്ക് പഞ്ചായത്ത് 74-44, ജില്ലാ പഞ്ചായത്ത് 7-6, മുനിസിപ്പാലിറ്റി 41-38, കോർപ്പറേഷൻ 4-2, ഗ്രാമപഞ്ചായത്തിൽ ഒരുപക്ഷെ ആ ഗ്യാപ്പ് കുറച്ചുകൂടി 234-166. പാലക്കാട് പിടിച്ചെടുക്കാനുള്ള LDFന്റെ തന്ത്രത്തിൽ ചെറിയ പിഴവ് പറ്റിയോ എന്ന് സംശയം. അവിടെ മുൻ MLA കുഴമ്പുന്ന MLA നാരായണൻ തോറ്റിരിക്കുന്നു. പ്രതീക്ഷിച്ചായിരിക്കാം അല്ലേ? പാലക്കാട് ഇല്ല, പാലക്കാടൊന്നും സംഭവിക്കില്ല. പാലക്കാട് ഫസ്റ്റ് പാർട്ടി UDF, സെക്കൻഡ് പാർട്ടി BJP, അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടി BJP, അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടി UDF, തേർഡ് മാത്രമാണ് LDF. മുനിസിപ്പാലിറ്റിയിലെ സീറ്റിലാണ് നാരായണൻ മത്സരിച്ച്. ശോഭ, അതായത് പാലക്കാട് മുനിസിപ്പാലിറ്റി BJPക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഇൻവെർട്ടർ കോമ BJPയുടെ കണക്കിൽ മാറ്റം ഉണ്ടാവില്ലല്ലോ? തീർച്ചയായിട്ടും. ഓക്കെ, നമ്മളൊന്ന് അത് റെക്കോർഡ് ചെയ്യണം കേട്ടോ, കൃത്യമായിട്ട് മാറ്റി കേൾക്കരുത്. ചന്ദ്രശേഖർ, ഇപ്പോഴും കോർപ്പറേഷൻ തുല്യമായി മറ്റുള്ളിടത്തൊക്കെ LDFന്റെ ആധിപത്യം തുടരുന്നു. നേരത്തെ പറഞ്ഞ പോലെ 240 പഞ്ചായത്ത് LDF, 70 ബ്ലോക്ക് പഞ്ചായത്ത് LDF, 8 ജില്ലാ പഞ്ചായത്തായും അത് മാറിയിരിക്കുന്നു. 8 ജില്ലാ പഞ്ചായത്ത്. മുനിസിപ്പാലിറ്റി 41-37. അവിടെയാണ് അടുത്തടുത്തുള്ള ഒരു മത്സരം നടക്കുന്നത്. 3-3 നഗരങ്ങളിലും ഇഞ്ചോടിഞ്ച് മത്സരം. വളരെ പ്രധാനപ്പെട്ട ആനന്ദ് രാജു, ആ 3 കോർപ്പറേഷനുകൾ ഏതാണെന്ന് അറിയണമെന്ന് പത്മജ ഒന്ന് അതായത് കണ്ണൂര്, കൊച്ചി, തൃശ്ശൂർ ആയിരിക്കും. കണ്ണൂര്, കൊച്ചി, തൃശ്ശൂർ UDF ലീഡ് ചെയ്യുന്നു. ബാക്കി 3 LDF ലീഡ് ചെയ്യുന്നു. കൊല്ലം, കോഴിക്കോട്, തിരുവനന്തപുരം LDF ലീഡ് ചെയ്യുന്നു. ഇതാണ് കോർപ്പറേഷൻ സ്ഥിതി. മുനിസിപ്പാലിറ്റി 40-40, ബ്ലോക്ക് 69-50, 48, 71-48. അത് മാറി ബ്ലോക്ക് മാറി 71-48. തൃശ്ശൂർ വീണ്ടും LDF കയറി. പത്മജ 4-2. ഞാൻ ഈ തൃശ്ശൂർ വരുമ്പോൾ പത്മജ നോക്കാൻ കാരണം വെച്ചാല് ഞങ്ങളുടെ തൃശ്ശൂർ എനിക്ക് ചാർജുള്ള ജില്ലയാണ്, അത് അങ്ങനെ വിചാരിച്ചാൽ മതി. ഞാൻ അതിന്റെ അപ്പുറത്ത് കൂടെ വിചാരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ, അത് കുഴപ്പമില്ലല്ലോ. ശരിയല്ലേ? ശരിയാണ്. ഉറപ്പല്ലേ? ഉറപ്പ്. ഓക്കെ. 5 തലങ്ങളിലും ഡോക്ടർ ഐസക് LDF ലീഡ് ചെയ്യുന്നു. കോർപ്പറേഷൻ 4-2 ബ്രിട്ടാസ്. 4-2. ജെയിംസ്, ഇപ്പം ഈ ഒരു മണിക്കൂർ കഴിഞ്ഞു, 1 മണിക്കൂർ 5 മിനിറ്റ് കഴിഞ്ഞു. ഏറെക്കുറെ വ്യക്തമായ ലീഡ് കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഒഴുകിയെത്തിയിരിക്കുന്നു. ഒരു പൊസിഷൻ ഇപ്പോൾ പറയാൻ പറ്റും. ഇപ്പോഴത്തെ കണ്ടിടത്തോളം LDFന് നേരിയ മുൻതൂക്കമാണ് കാണുന്നത്. അജിത്തെ, പ്രത്യാഘാതങ്ങൾ ഒറ്റ വാചകത്തിൽ. തീർച്ചയായിട്ടും കേരളത്തിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകും. നാളെ എല്ലായിടത്തും LDF ഒരേ തരത്തിൽ ലീഡ് ചെയ്യുകയാണെങ്കിൽ
അത് രാഷ്ട്രീയ പ്രത്യാഘാതം സൃഷ്ടിക്കുമല്ലോ സ്വാഭാവികമായി. ആന്റണി രാജു, അല്ല, ഈ തിരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിൽ നിർണായകമാവും. നിർണായകമാകും. മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും പുറത്ത് പറയേണ്ടി വരുമോ? എന്റെ മനസ്സിൽ ഇപ്പൊ ഒന്നുമില്ല, ഒന്നുമില്ല, ബ്ലാങ്ക് ആയിരിക്കണം. ഡോക്ടർ ഐസക്, താങ്കൾക്ക് ഒരുപക്ഷെ വലിയൊരു കോൺഫിഡൻസ് തോന്നുന്ന ഒരു സൂചകങ്ങളല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്? അതെ, നിശ്ചയമായിട്ടും. എത്രയോ കാലത്തിന് ശേഷം ഡോക്ടർ ഐസക്, കുറച്ച് നാളായി. 4 വർഷം 4 വർഷത്തിന് ശേഷം 4 വർഷത്തിന് ശേഷം അല്ലല്ല, 2006 ശേഷം. ഡോക്ടർ ഐസക്, ഒരുപക്ഷെ 4 വർഷവും 6 തെരഞ്ഞെടുപ്പ്. താങ്കൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് LDF നടത്തുന്നതെന്ന് ഞാൻ താങ്കളുടെ മുഖത്ത് നിന്ന് വായിക്കാം. കൂടി 50% മുകളിൽ പോകില്ല എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരുന്നത്. 50% മുകളിൽ പോകുമെന്ന് വ്യക്തമായിട്ടുണ്ട്. അത് വളരെ വ്യക്തമായ രാഷ്ട്രീയ മുൻകൈയാണ്. അത് കേരള രാഷ്ട്രീയത്തിൽ ഇനി അതിവേഗത്തിൽ മാറ്റങ്ങൾ വരുത്തുമെന്ന് സംശയം. തരംഗമാണെന്ന് പറയാൻ പറ്റുമോ? LDFന് അനുകൂലമായിട്ട് തരംഗമുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ചന്ദ്രശേഖർ, തരംഗത്തിന്റെ അതായത് ഒരുപക്ഷെ UDFന്റെ LDFന്റെ ശാക്തിക ചേരി വെച്ചിട്ട് ഒരു തരംഗം എന്നുള്ളത് ഒരുപക്ഷെ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ അസാധ്യമല്ല, പോസിബിൾ അല്ല. പക്ഷെ ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ള അജിത്തിന്റെയും ആന്റണി രാജുവിന്റെയും ഞാൻ പ്രത്യാഘാതം ഞാൻ പറഞ്ഞില്ല. ഇല്ലേ? നിർണായകം. ഓരോ പദാവലികൾ ഉണ്ടാക്കി നിർണായകം, പ്രത്യാഘാതം, രണ്ടിനും വലിയ വ്യത്യാസമുണ്ട്. ബ്രിട്ടാസ്, ഇതിലൊരു കാര്യമുണ്ട്. ശരിക്കും പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്നത് ഡിസ്ട്രിക്ട് പഞ്ചായത്തിലാണ്, ജില്ലാ പഞ്ചായത്തിലാണ്. അതാണ് ഇതിന്റെ ഇത് കാണിക്കുന്നത്. 8-6 അതാണ് യഥാർത്ഥത്തിൽ സൂചിക. ബാക്കിയുള്ളതൊക്കെ റിബൽ ശല്യം, ഒരുപാട് ഫാക്ടേഴ്സ് വേറെ ഉണ്ട്. ഡിസ്ട്രിക്ട് പഞ്ചായത്തിൽ റിസൾട്ട് ആണ് അതിന് വലിയ വ്യത്യാസം കാണിക്കുന്നത്. UDF വന്നു, UDF മുമ്പിൽ കയറി. 5-8 ജില്ലാ പഞ്ചായത്ത് UDF ലീഡ് ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്ത് UDF ലീഡ് ചെയ്യുന്നു 5-8. അത് മാത്രമല്ല ചന്ദ്രശേഖർ, BJP ഗ്രാമപഞ്ചായത്തിൽ LDFുമായിട്ടുള്ള വിടവ് നികത്തുന്നു. 244-208. എത്ര പെട്ടെന്നാ ചിത്രം മാറുന്നത് രാഷ്ട്രീയത്തിൽ. ഞങ്ങളുടെ വോട്ടേഴ്സ് ഒക്കെ ഇച്ചിരി താമസിച്ചാ വരുന്നത്. അല്ല, വോട്ടേഴ്സ് താമസിച്ച ഫലവും താമസിച്ചു. അത് കരക്ക് കേട്ടോ. മുനിസിപ്പാലിറ്റിയിൽ LDF ലീഡ് നിലനിർത്തുന്നു 43-39. കോർപ്പറേഷൻ സമാസമം. ഒരുപക്ഷെ ഈ ഒരു മണിക്കൂറിൽ, ഈ ഒരു സമയത്ത് പറയാൻ പറ്റുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഇനി വരുന്ന ഒരു മണിക്കൂറിനുള്ളിൽ ഏറെക്കുറെ ചിത്രം വ്യക്തമാകും. ഈ മണിക്കൂറിൽ ഒറ്റ കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. 2010 UDFന്റെ നില ഗണ്യമായി ചോർന്നിരിക്കുന്നു. അത് വ്യക്തമായിരിക്കുന്നു. ഇത്ര പറയുമ്പോൾ ബ്രിട്ടാസ് ഇടപെട്ടോട്ടെ. ബ്രിട്ടാസ് ഒരു ഇത് മാത്രം പറയുന്നത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് UDF തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സമീപകാലത്ത് വിജയിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ ഇതിലും പഞ്ചായത്ത് LDF ആണ്. ഞാൻ തർക്കിക്കാൻ പറഞ്ഞില്ല. അതിനുശേഷം 2 ഘടകങ്ങൾ UDFന് പോസിറ്റീവായി വന്നുവെന്ന് ശ്രീ ഉമ്മൻചാണ്ടി അവകാശപ്പെടുന്നു. ഒന്ന് RSP, 2 SNDP BJP ഫാക്ടർ. ഒരുപക്ഷെ CPMനെ കടപുഴക്കുമെന്ന് പോലും രാഷ്ട്രീയ നിരീക്ഷകർ എഴുതിയ ഈ 2 കാര്യങ്ങൾ. ഒന്ന് RSP. ലിനോ ജേക്കബ് കൊച്ചിയിൽ തോറ്റിരിക്കുന്നു. അല്ല, ലിനോനും അവിടെ വിമത സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ ഞങ്ങളത് പ്രതീക്ഷിച്ചിരുന്നു ലിനോന്റെ കാര്യത്തിൽ. ഒരുപാട് തല കൊച്ചിയിൽ കോൺഗ്രസ്സുകാരുടെ ഉരുളുവോ പത്മജ? ഒരുപാട് കോൺഗ്രസ്സുകാരുടെ തല ഉരുളേണ്ട വരുമോ? അതെനിക്കറിയില്ല. പക്ഷെ ഇത് വിമത ശല്യം കൊണ്ടാണ് ലിനോ ഒക്കെ തോറ്റത്. കൊച്ചിയിൽ വിമതം ജയിച്ചു കോൺഗ്രസ് 1-ാം വാർഡിൽ. ഇതാണ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാറ്റസ്. ഓക്കെ, പറയൂ ചന്ദ്രശേഖർ. 266-244. എന്തായാലും ഡോക്ടർ ഐസക് മേൽക്കോയ്മ താങ്കൾ ഗ്രാമപഞ്ചായത്ത് നടത്തുന്നുണ്ട്. വീണ്ടും കോർപ്പറേഷനിൽ മടങ്ങി വന്നു. LDF 4 കോർപ്പറേഷൻ ലീഡ് ചെയ്യുന്നു, UDF 2. മുനിസിപ്പാലിറ്റി 43-39 LDF തന്നെ. ജില്ലാ ഓക്കെ, ഇത് അമ്പലപ്പുഴ, ഇത് ഐസക്കിന്റെ മണ്ഡലങ്ങളിലേക്ക് പോവാണോ ഇത് മുഴുവൻ? ഓക്കെ, കോർപ്പറേഷൻ വ്യക്തമായി. കോർപ്പറേഷൻ ഇതാണ്. ഓക്കെ, കണ്ണൂര് 10-10 UDF 10 LDF 10. എനിക്ക് ഒരിക്കലും LDF പ്രതീക്ഷിക്കാത്തൊരു പോരാട്ടം നടക്കുന്നത്. അതായത് UDFന് മൃഗീയമായ ഭൂരിപക്ഷമുള്ള ഒരു കോർപ്പറേഷനാണ് കണ്ണൂര്. കൊച്ചിയില് 26. പത്മജ പേടിക്കണ്ട, അവിടെ എനിക്ക് തോന്നുന്നു UDFന്റെ ഭരണം. BJP 3. പക്ഷെ മറ്റുള്ളവർ 6. ആ 6 എന്നുള്ളത് വിമതന്മാരായിരുന്നു. 6 പേര്. കൊല്ലം 8-18-1 BJP 1. കോഴിക്കോട് 6-21-2. തിരുവനന്തപുരം 8-28. ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് BJPക്ക് 6. ചന്ദ്രശേഖർ ഒരു വളരെ വ്യക്തമാണ്. അതായത് കൊല്ലം, കോഴിക്കോട്, തിരുവനന്തപുരം പ്രകടമായിട്ടും ഇടതുപക്ഷത്തിന്, കൊച്ചി പ്രകടമായിട്ടും UDFന്.
ഇത് മാത്രമേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. ബാക്കി തൃശ്ശൂരും കണ്ണൂരും പറയാൻ. കണ്ണൂര് 10-11 അനുകൂലമായി പെട്ടെന്ന് മാറി. അതെ, മൂന്ന് കോർപ്പറേഷനിൽ ഒരുപക്ഷെ LDF ഭരിക്കുമെന്ന് വേണമെങ്കിൽ സ്ഥാപിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലീഡ് കിട്ടിയിരിക്കുന്നു. തൃശ്ശൂർ 3 സീറ്റാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഈ സമയം കൊണ്ട് കിട്ടിയിരിക്കുന്നത്. അതെ, ഈ സമയം കൊണ്ട് തൃശ്ശൂർ 3 സീറ്റ്. ചന്ദ്രശേഖർ, ഗ്രാമപഞ്ചായത്ത് 273, 213 ബ്ലോക്ക്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൽ BJP താഴെ പോകുന്ന ട്രെൻഡ് കാണിക്കുന്നു. അപ്പൊ അവിടെ നോക്കിക്കൊണ്ടിരിക്കണല്ലേ BJP അല്ല, അത് പ്രധാനപ്പെട്ടതാണല്ലോ. അതെ, 19 ആയി കേട്ടോ. ഞാൻ ആരണ്ടി രാജ് നോക്കുന്നു വിചാരിച്ചില്ല, ഡോക്ടർ ഐസക് നോക്കുന്ന ഞാൻ വിചാരിച്ചിരുന്നു. ജില്ലാ പഞ്ചായത്ത് LDF 6 എത്തിയിരിക്കുന്നു. UDF 7. BJP ഇപ്പോഴും 1. കാസർഗോഡാണോ ശോഭ? വല്ല വിവരം കിട്ടിയോ? അല്ല, ഇല്ല, കാസർഗോഡ് സാധ്യതയാണ് ഞാൻ കാണുന്നത്. പക്ഷെ അത് ഇത്രയും സമയം കഴിഞ്ഞിട്ടും ആ ലീഡ് നിലനിർത്തുന്നു എന്ന് പറയുന്നത് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടോ ഡോക്ടർ ഐസക്? 8-5 ജില്ലാ പഞ്ചായത്ത് 8 ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്നത് കേട്ടോ. 8-5. മാത്രമല്ല ഗ്രാമപഞ്ചായത്തിൽ LDFും UDFും തമ്മിലുള്ള ഗ്യാപ്പ് കുറഞ്ഞു വരുന്നു. 257, 234. ബ്ലോക്ക് പഞ്ചായത്തിൽ 76-46 എന്ന നിലയ്ക്ക് LDF തന്നെയാണ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. ഒരു ഫോട്ടോ ഫിനിഷിംഗിലേക്ക് കാര്യങ്ങൾ പോയേക്കാമെന്നുള്ള സൂചനയാണ് ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ സമയത്ത് നമുക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു കണക്ക്. ജില്ലാ പഞ്ചായത്ത് UDF 9-4. ഇതുവരെ ഉണ്ടായിരുന്ന, അത് മാത്രമല്ല കേവലം 21 സീറ്റിന്റെ വ്യത്യാസം മാത്രമാണ്, 21 സ്ഥാനത്തിന്റെ വ്യത്യാസമാണ് ഗ്രാമപഞ്ചായത്തിൽ. LDF UDFും തമ്മിലുള്ള അന്തരം കുറഞ്ഞു വരുന്നു. ഒരു വളരെ ക്ലോസ് ഫിനിഷിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നിലമ്പൂരിൽ CPMന്റെ വിമതം ജയിച്ചിരിക്കുന്നു. ഡോക്ടർ ഐസക്, ഒരു പ്രധാനപ്പെട്ട വാർത്ത. ജില്ലാ പഞ്ചായത്ത് വീണ്ടും 6-8. BJPയുടെ പോയി, കാസർഗോഡ് പോയിരിക്കുന്നു. അതാണ്, അവിടെയാണ് മാറിയത്. ശോഭ, അത് മാറുമെന്ന് എനിക്ക് അറിയായിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്ന് മറന്നു വിചാരിച്ചു. നോക്കാം, കുറച്ചുകൂടെ ഒന്ന് പിടിച്ചു നിൽക്കുന്നതാണ് ശോഭ ഞാൻ വിചാരിച്ചത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവരെ, പയ്യന്നൂരേക്ക് വരുന്നവരെ വലിയ മാറ്റം ഉണ്ടാവില്ല എന്ന് ഡോക്ടർ രാഷ്ട്രീയവേൽ അവിടെ വരെ എത്തിയപ്പേരും സംഭവം മാറിയിരിക്കുന്നു. ഇപ്പൊ മുനിസിപ്പാലിറ്റിയിലും UDF ആയി മുന്നിൽ. ഇല്ല, തിരിച്ചു. അതെ, ഈ മുനിസിപ്പാലിറ്റി അതേഴ്സ് ലീഡ് ചെയ്യുന്നത് ഏതാണ്? അല്ല, അത് പിന്നെ പറയാൻ പറ്റില്ല ജെയിംസ്, എന്താ കാരണം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. കുറച്ച് അതേഴ്സ് BJPക്ക് കൊടുക്കാൻ പറ്റും. 87 സ്ഥലമില്ലേ, എവിടെയെങ്കിലും ഒരിടത്ത് ആർക്കെങ്കിലും ലീഡ് കിട്ടുന്നതായിരിക്കും, അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ബ്ലോക്കിലാണ് ഡോക്ടർ ഐസക് നിങ്ങളും കോൺഗ്രസ് തമ്മിലുള്ള UDF തമ്മിലുള്ള അന്തരം അതുപോലെ നിൽക്കുന്നത്. ബ്ലോക്കും ഒരു ഇൻഡിക്കേറ്ററാണ്, വളരെ പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്ററാണ്. ബ്ലോക്കും ജില്ലാ പഞ്ചായത്തും. ജില്ലാ പഞ്ചായത്ത് 7-7. ബ്ലോക്ക് 74-50 എന്നുള്ള നിലയിലേക്ക് മാറി. LDFന് അനുകൂലമായിട്ട് 74 ബ്ലോക്ക് പഞ്ചായത്ത്, 50 UDFന്. ഗ്രാമപഞ്ചായത്തിലെ വിടവ് ഇപ്പോൾ വർദ്ധിച്ചു. 273 LDFന്, 230 UDFന്. വളരെ അടുത്ത് വന്നതായിരുന്നു, അതൊന്നും കൂടി ഗ്യാപ്പ് വന്നു. കോർപ്പറേഷനുകൾ ഒരേപോലെ തുടരുകയാണ്, 3-3. ജില്ലാ പഞ്ചായത്ത് മൊത്തം നില 7-7. അവിടെ കണ്ടത് തന്നെ വലുതാക്കി കാണിച്ചതാണ്. ജില്ലാ പഞ്ചായത്ത് 7-7. മുനിസിപ്പാലിറ്റി 41-42 അടുത്തു വന്നു വീണ്ടും.